നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും. അതിപ്പോൾ ഒരു സാഹസിക യാത്രയായാലും നമ്മുടെ ജീവിതയാത്രയായാലും ആ യാത്രയിൽ നേരിടേണ്ടി വരുന്ന പ്രതിബന്ധങ്ങളെ എങ്ങനെ തരണം ചെയ്യാം, അതാണ് ഇന്നത്തെ ശുഭദിനം സംസാരിക്കുന്നത്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കപ്പൽ നടുക്കടലിലെത്തിയപ്പോഴാണ് കൊടുങ്കാറ്റടിച്ചത്. ആടിയുലഞ്ഞ കപ്പലിൻ്റെ കൊടിമരത്തിൽ നിന്ന് പതാക താഴെ വീണു. കടൽ ശാന്തമായപ്പോൾ കപ്പിത്താൻ്റെ മകൻ പതാക കെട്ടാനായി കൊടിമരത്തിൽ കയറി. പാതി വഴി എത്തിയപ്പോഴേക്കും കടൽ വീണ്ടും ശോഭിച്ചു. കപ്പൽ ഇളകിയപ്പോൾ മകൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, "നീ പേടിക്കേണ്ട, 2 കാര്യങ്ങൾ മാത്രം ഓർക്കുക. കടൽ ശാന്തമാകുന്നതുവരെ അവിടെ പിടിച്ചു നിൽക്കുക. എന്നിട്ട് കൊടിമരത്തിൻ്റെ മുകളിലേക്ക് മാത്രം നോക്കി കയറുക." അച്ഛൻ പറഞ്ഞതുപോലെ അവൻ ചെയ്തു. എതിർദിശയിലേക്കുള്ള എത്തിനോട്ടവും പരിശോധനയുമാണ് മുന്നോട്ടുള്ള യാത്രകളെ ആയാസകരമാക്കുന്നത്. ഓരോ യാത്രയ്ക്കും ഓരോ ലക്ഷ്യമുണ്ട്. വളരെ കാലത്തെ വിചിന്തനത്തിന് ശേഷം പല സാധ്യതകളും ഉപേക്ഷിച്ച ശേഷം തിരഞ്ഞെടുത്ത ഒന്നാകും ആ ലക്ഷ്യം. അതിലേക്ക് നടക്കുമ്പോൾ ഇന്നലകളുടെ ഇരുണ്ട ഇടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. എല്ലാ സാഹസിക യാത്രകൾക്കും പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് 1-2 കാര്യങ്ങളാണ്. 1. എന്ന് തിരിച്ചെത്താൻ കഴിയും എന്ന സന്ദേഹം. 2. ഇടയ്ക്കിടെയുള്ള തിരിഞ്ഞുനോട്ടം. പ്രചോദനം നൽകുന്ന അനുഭവങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും സമ്മാനിക്കുന്ന ദുരനുഭവങ്ങളിൽ തട്ടി യാത്രകൾ മുടക്കാം. തീരുമാനം നമ്മളുടേതാണ്. ശുഭദിനം.